السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على من لا نبي بعده ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ബഹുമാന്യ പണ്ഡിതന്മാരെ, ഇസ്ലാഹി ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മം ഒരു പുണ്യകർമ്മമായി സ്വീകരിച്ച് അവൻ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ് എടുക്കേണ്ടതായിരുന്നു. ചില സാങ്കേതികമായ ചില വിഷമങ്ങൾ കാരണം അന്ന് സാധിച്ചില്ല. ഞാൻ അതിൻ്റെ മെസ്സേജ് സയ്യിദ് സുലമിക്ക് അയച്ചിരുന്നു. കിട്ടി എന്ന രൂപത്തിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. പക്ഷെ അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടില്ല. അങ്ങനെ അറിയിക്കാതെ പോയതായിരിക്കാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ച് നമ്മുടെ ഈ പുണ്യകർമ്മത്തിൽ അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ആവർത്തിച്ച് ദുആ ചെയ്യുകയാണ്. സയ്യിദ് സുലൈം പറഞ്ഞതുപോലെ 3/4 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നേരത്തെ ളുഹർ ആയതുകൊണ്ട് ഒരു 12:15 ക്ലാസ് അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് സദയം ക്ഷമിക്കണമെന്നും സഹകരിക്കണമെന്നും സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ക്ലാസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നിർവഹിക്കാം. ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇനി യൗമുൽ ഖിയാമയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതായത് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രയാസകരമായ വിഷമകരമായ ആ സാഹചര്യത്തിന്റെ ആ ഗൗരവവും അതോടൊപ്പം അല്ലാഹു പ്രത്യേകമായി തണലും ആശ്വാസവും നൽകുന്ന വിഭാഗവും ഏതാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സംശയങ്ങളുണ്ടെങ്കിൽ ആളുകൾ അത് ചോദിക്കുകയും എനിക്കും കൂടി പഠിക്കാനുള്ളൊരു അവസരമായി ഞാൻ അതിനെ കാണുകയും ചെയ്യുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അന്ത്യനാളിന്റെ ഗൗരവം അത് അറിയാത്ത മുഅ്മിനീങ്ങൾ ഉണ്ടാവില്ല, ചർച്ച ചെയ്യാത്ത മെമ്പറുകൾ ഉണ്ടാവില്ല. അതിന്റെ ഒരു പ്രഥമമായ ഒരു ഭാഗമാണ് സൂറത്തു ഹജ്ജിലെ ആദ്യത്തെ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. മനുഷ്യന്മാരെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കൂ. മൊത്തം മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് റബ്ബ് പറയാം, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഷൈഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ആ ദിവസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം പിടുത്തം പെടും. ഭൂമിയല്ലാത്ത ഒന്നായി തീരും. ആകാശങ്ങളും അങ്ങനെ തന്നെ. ആകാശഭൂമികളൊക്കെ ചുരുട്ടപ്പെടുന്ന ഒരു വല്ലാത്ത ഗൗരവമുള്ള ദിവസം. ആ ദിവസത്തിന്റെ പ്രകമ്പനം ഭയങ്കരമായൊരു സംഗതി തന്നെയാണ്. അത് നിങ്ങൾ കാണുന്ന ദിവസം എന്ന് വെച്ചാൽ നിങ്ങളത് അനുഭവം. താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെപ്പറ്റി അശ്രദ്ധയിലായി പോകും. ഗർഭവതിയായ ഏതൊരു സ്ത്രീയും തന്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോവുകയും ചെയ്യും. വതറന്നാസ സുഖാറ വമാഹും ബിസുഖാറ. ജനങ്ങളെ മത്ത് പിടിച്ചവരായി നിനക്ക് കാണാം.
എന്നാൽ അവർക്ക് യഥാർത്ഥത്തിലുള്ള ലഹരിയല്ല വന്നത്. വലാകിന്ന അദാബല്ലാഹി ഷദീദ്, പക്ഷേ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയാണത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതൊരു മാതാവും താൻ പാലൂട്ടുന്ന കുഞ്ഞിന് അതിൻ്റെ പാല് അതിൻ്റെ തരിപ്പിൽ പോവാതിരിക്കാൻ, അതിന് പ്രയാസമില്ലാതിരിക്കാൻ എന്തൊരു ശ്രദ്ധയോടെയാണ് ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പാലൂട്ടുക. തൻ്റെ കുഞ്ഞിൻ്റെ നാസാരന്ധ്രം അടയാത്ത വിധം സൂക്ഷ്മതയോടെ, വളരെ ജാഗ്രത പുലർത്തി, ശ്രദ്ധയോടെ, സ്നേഹത്തോടെ, കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടാണ് ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പാലൂട്ടുക. ആ കുഞ്ഞിനെ പോലും അശ്രദ്ധമാവുകയും, ചില മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചത് പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് ബോധമില്ലാതെ ആ കുഞ്ഞിനെ എറിഞ്ഞു ഓടും ഈ സ്ത്രീകൾ എന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസത്തിൽ അവർ അനുഭവിക്കുന്ന വിഷമവും പ്രയാസവും കാരണം ഗർഭിണികളായിട്ടുള്ള ആളുകളൊക്കെയും പ്രസവിച്ചു പോകാൻ മാത്രം ഗുരുതരമായൊരവസ്ഥയാണ്. ലക്കും ലഗാനുമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ ആളുകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. പിതറപ്പെട്ട പാറ്റകളെപ്പോലെ ഓടി നടക്കുകയാണ്. അപ്പൊ റബ്ബ് പറയാൻ, എനിക്ക് തോന്നും നീ ജനങ്ങൾക്ക് ലഹരി പിടിച്ചതാണ് എന്ന്. അങ്ങനെയാണ് നിന്റെ കാഴ്ചയിലുണ്ടാവുക. യഥാർത്ഥത്തിൽ അവർ മദ്യപിച്ചോ മറ്റോ ലഹരി ബാധിച്ചവരല്ല. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയാണത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗുരുതരമാണ് ഈ സാഹചര്യം. അന്ന് നമ്മുടെ ഒരു ബന്ധങ്ങളും കൂടെ ഉണ്ടാവൂല. ഖുർആൻ തന്നെ ആ ദിവസത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജഅലുൽ വിൽദാന ശീബാ. എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, എങ്ങനെ നിങ്ങൾ അവിശ്വസിക്കുക എന്ന രൂപത്തിൽ, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും, എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ എന്താണ്, യൗമൻ യജഅലുൽ വിൽദാന ശീബാ, കുട്ടികളെ നരച്ചവരാക്കി തീർക്കുന്ന ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും? അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, ആ ഗൗരവമായ അവസ്ഥയിൽ അവിശ്വാസികളാകുകയാണെങ്കിൽ, കുട്ടികൾ പോലും നരച്ചു പോകുന്ന ആ ദിവസത്തെ എങ്ങനെ നിങ്ങൾക്ക് സൂക്ഷ്മത പുലർത്താൻ കഴിയും, സൂക്ഷിക്കാൻ കഴിയുമെന്ന ഖുർആനിന്റെ ചോദ്യം നമ്മളോട് ആവർത്തിക്കുകയാണ്. വളരെ ഗുരുതരം. ഉമ്മ കുഞ്ഞിനെക്കുറിച്ച് അശ്രദ്ധമാകും, ഗർഭിണികൾ പ്രസവിച്ചു പോകും, കുഞ്ഞുമക്കളുടെ തലയും മുടിയുമൊക്കെ നരച്ചു പോകും. വലാ തഹ്സബന്നല്ലദീന ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ. അക്രമം പ്രവർത്തിക്കുന്നവരെ പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ. തീർച്ചയായും കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ്. അക്രമം ചെയ്യുന്നവർക്ക് ഇവിടെ സൗകര്യം കിട്ടിയെന്ന് വരാം, പക്ഷേ പരലോകത്ത് അള്ളാഹു അവനൊരു പിടുത്തം പിടിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സാവകാശമാണ്, അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്, അതിനുള്ള അവനെ തിരിച്ചു നടക്കണമെങ്കിൽ അതിനുള്ള സാവകാശമാണ് റബ്ബ് നൽകുന്നത്. ഖുർആനിൽ ഒട്ടേറെ വചനങ്ങൾ കാണാം ഈ ദിവസത്തിന്റെ ഗൗരവം, ആ വിഷമങ്ങളെക്കുറിച്ച്. വഅൻദിർഹും യൗമൽ ആസിഫതി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇ യുതാ. വഅൻദിർഹും യൗമൽ ആസിഫ, ആസന്നമായ സംഭവത്തിന്റെ ദിവസത്തെപ്പറ്റി നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ, അതായത് ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയുടെ അടുത്തെത്തുന്ന, അത് അടക്കിപ്പിടിച്ച് ശ്വാസമെല്ലാം അടക്കി പിടിച്ചുകൊണ്ടിരിക്കും. അക്രമകാരികൾക്ക് ഉറ്റ ബന്ധുവായോ സ്വീകാര്യനായ ശുപാർശകനായോ ആരും തന്നെ ഇല്ല. അക്രമം കാട്ടിയ ആളുകളുടെ കണ്ണുകളൊക്കെയും മഞ്ചിപ്പോവുകയും
ആരും ആശ്വാസത്തിനില്ലാത്ത, ആരും തണലായി ലഭിക്കാത്ത, ഒരു ബന്ധവും സ്ഥാപിക്കാത്ത ഗൗരവമായ ദിവസം. അതിന്റെ പ്രത്യേകതയായ ഖുർആൻ പറഞ്ഞത് യൗമ തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഗൗരവമായ ദിവസമാണ്. അന്നത്തെ അവസ്ഥ ഖുർആൻ പറയുന്നത് ഖുലൂബു യൗമഇദിൻ വാജിഫ, ഹൃദയങ്ങൾ അന്ന് വിറച്ചുകൊണ്ടിരിക്കും. അബ്സാറുഹാ ഖാശിഅ, അവയുടെ കണ്ണുകളെല്ലാം അന്ന് നിന്ദിതയാൽ താഴ്ന്നുകൊണ്ടിരിക്കും, താഴ്ത്തപ്പെട്ടവയായിരിക്കുമെന്ന് ഖുർആൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നു. ഹൃദയങ്ങൾ പോലും വിറച്ചു മറിയുന്ന, കണ്ണുകളൊക്കെയും മഞ്ചിപ്പോകുന്ന, എല്ലാം നഷ്ടപ്പെട്ട് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി വല്ലർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. അല്ലാഹുവിനെ പരിഗണിക്കേണ്ട വിധത്തിൽ അവർ പരിഗണിച്ചിട്ടില്ല. വൽഅർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, വൽഅർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിന്റെ ദിവസം ഭൂമി മുഴുവനും അവന്റെ പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടി പിടിക്കപ്പെട്ടവയായിരിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു മഹാപരിശുദ്ധനും ഉന്നതനും തന്നെ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആകാശങ്ങളും ഭൂമിയുമൊക്കെ ചുരുട്ടപ്പെടുന്ന സൂറത്തുൽ അംബിയായിൽ, സൂറത്ത് സുമറിലെ വചനമാണ് ഞാൻ ഓതിയത്. സൂറത്ത് അംബിയായിൽ റബ്ബ് പറയുന്നത് യൗമ നത്വിസ് സമാഅ കതയ്യിസ് സിജില്ലി ലിൽ കുതുബി കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. യൗമ നത്വിസ് സമാഅ കതയ്യിസ് സിജില്ലി ലിൽ കുതുബി, പുസ്തകങ്ങളുടെ, ഗ്രന്ഥങ്ങളുടെ കടലാസുകൾ, ആ ഏടുകൾ ചുരുട്ടുന്ന പ്രകാരം ആകാശത്തെ നാം ചുരുട്ടിക്കളയുന്ന ദിവസം. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, അവരെ നാം ആദ്യം സൃഷ്ടിച്ചതുപോലെ അവരെ നാം ആവർത്തിക്കുന്നതുമാകുന്നു. വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ, നാം ബാധ്യതയേറ്റ ഒരു വാഗ്ദാനമാണത്, തീർച്ചയായും നാം അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ തന്നെ നമ്മളോട് പഠിപ്പിക്കുകയാണ്. വല്ലാത്ത ഗൗരവമുള്ള, വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ഇതിലൂടെയുള്ളത് എന്ന് മനസ്സിലാക്കുക. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ ആകാശങ്ങളും ഭൂമിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് അമ്മാനമാടിക്കൊണ്ട് ആർക്കാണടോ ഇന്നത്തെ അധികാരമെന്ന് ചോദിക്കുന്ന ഗൗരവമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, ഭൂമിയല്ലാതെ മറ്റൊന്നായിത്തീരുന്ന, ആകാശങ്ങളും മാറ്റപ്പെടുന്ന ആ ഗൗരവമായ അവസ്ഥ. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഅൈന തകൂനുൻ നാസു യൗമൈദിൻ യാ റസൂലല്ലാഹ്, നബിയെ അന്നത്തെ ദിവസം മനുഷ്യരായ നമ്മളൊക്കെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവർ സിറാത്തിലായിരിക്കുമെന്നുണ്ടാവുക. ഫഖാല അല സിറാത്തി, അവർ സിറാത്തിലാണ് ഉണ്ടാവുക എന്ന്. അപ്പൊ ആളുകളൊക്കെ സിറാത്തിലാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും ചുരുട്ടി അവയെ അമ്മാനമാടിക്കൊണ്ട് രണ്ട് വിരലുകൾക്കിടയിലിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് എവിടെ അധികാരികളൊക്കെ, എവിടെ സ്വച്ഛാധിപതികൾ, എവിടെ, ആർക്കാണടോ ഇന്നത്തെ അധികാരം എന്ന് റബ്ബ് ചോദിക്കുന്ന ഗൗരവകരമായ ദിവസം.
ആ ദിവസത്തിൽ നമുക്കെന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? അന്ന് നമ്മൾ സിറാത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഖുർആൻ പറയുന്നു ആ അന്ത്യനാളിന്റെ ദിവസം എന്തായിരിക്കും അവന്റെ അവസ്ഥയെന്നോ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. കുറ്റവാളികളെ ദാഹാർത്തരായ നിലയിൽ നാം നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരികയും ചെയ്യും. ദാഹിച്ച് പരവശരായിക്കൊണ്ട്, വിഷമിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ട് അവരെ, ആ കുറ്റവാളികളെ നരകത്തിലേക്ക് അവർ തെളിച്ചു കൊണ്ടുവരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എത്രത്തോളമെന്നോ, യുർസലു അലൈക്കുമാ ശുവാളും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തന്തസിറാൻ. നിങ്ങൾ ഇരു വിഭാഗങ്ങളുടെയും നേർക്ക് തീജ്വാലയും പുകയും അയക്കപ്പെടും. ഫൈദൻ ഷഖ്ഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ. അങ്ങനെ ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും അത് കുഴമ്പ് പോലുള്ളതും അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു റോസ് നിറത്തോടു കൂടിയും ഉള്ളവയായി തീരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അത്ര ഗൗരവമായ അവസ്ഥയെ, വളരെ ഗുരുതരമായ സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വന്തം കാര്യത്തിൽ ചിന്തിച്ചു നോക്കണം. നാം ഇവിടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എത്രയും ബന്ധുക്കളും അടുപ്പമുള്ളവരുമുണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നവരുണ്ടാകും. എന്തൊക്കെ തന്നെയായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരലോകത്ത് വെച്ച് നമുക്കൊരു ആശ്വാസവും നൽകാത്ത വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ആ ഗുരുതരമായ സാഹചര്യത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ആശ്വാസം നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? എന്റെ ജനങ്ങളെ ആ ഫിർഔനിന്റെ പദ്ധതികളിട്ടപ്പോൾ, മൂസ അലൈഹിസ്സലാമിനെ വധിക്കാൻ ഫിർഔൻ പദ്ധതികളിട്ട സന്ദർഭത്തിൽ ഫിർഔനിന്റെ ആളുകളിൽ തന്നെയുള്ള ആളുകൾ, പ്രത്യക്ഷത്തിൽ വിശ്വാസിയാകാത്ത ആയിട്ടുള്ളവർ, അദ്ദേഹം പറയുകയാണ്, വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്. എന്റെ ജനങ്ങളെ, നിങ്ങൾ പരസ്പരം വിളിച്ചു കീഴുന്ന ഗുരുതരമായ ദിവസത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നു. ഈ പറയുന്ന വ്യക്തി പ്രത്യക്ഷത്തിൽ വിശ്വാസിയല്ല എന്നാണ് ഖുർആനിൽ നിന്നും ആ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം തന്നെ പറയുന്ന വിശേഷണം എന്താ? ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്. പരസ്പരം വിളിച്ചു കേഴുന്ന, യാചിക്കുന്ന ദിവസത്തെ, ആ ദിവസത്തെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ യൗമ നബ്തിഷുൽ ബത്ഷത്തൽ കുബ്റാ ഇന്നാ മുൻതഖിമൂൻ. റബ്ബ് പറയുന്നു, ഏറ്റവും വലിയ പിടുത്തം നാം പിടിക്കുന്ന ദിവസം, തീർച്ചയായും നാം മുൻതഖിമൂൻ, ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനാണ്. അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ ഗൗരവമായ ആ ഗൗരവ വിഷയത്തിൽ നിലവിൽ ആ അന്ത്യ സമയം, അന്ന് അസത്യവാദികൾക്ക് നഷ്ടം നേരിടുന്ന ദിവസമാണ്. എല്ലാ സമുദായങ്ങളെയും മുട്ടുകുത്തിയ നിലയിൽ നീ കാണുന്നതാണെന്ന് ഖുർആൻ പറയുന്നു. കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. എല്ലാ ഉമ്മത്തിനെയും മുട്ടുകുത്തിയ നിലയിൽ നിനക്ക് കാണാം. കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ. ഓരോ സമുദായവും അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും. നാം ചെയ്തിട്ടുള്ള അമലുകൾ, നാം പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, നാം എന്ത് വാക്കുകളാണോ ഉരുവിട്ടത്, എന്തൊക്കെ പ്രവർത്തികളാണോ നാം ചെയ്തത്, അത്തരം കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടവന്റെ കിതാബിലേക്ക്, അവന്റെ കിതാബിലേക്ക് റബ്ബ് അവനെ ക്ഷണിക്കും. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ഹാ, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ
യാ ലൈതനീ ലം ഊത കിതാബിയ, എന്റെ കിതാബിനെ എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നെ. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിലും എത്ര നന്നായിരുന്നു എന്ന് അവൻ വിലപിച്ചു പോകുമെന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, എല്ലാം അവസാനിക്കുന്നതായിരുന്നു എന്റെ ഈ പര്യാവസാനമെങ്കിൽ, എന്റെ ഈ മരണത്തോടെ എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. എന്നിട്ട് അയാൾ പറയുന്നു, മാഅന അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ, എന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, എന്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് റബ്ബിന്റെ കൽപ്പനയുണ്ട്, ഖുദൂഹു ഫഉല്ലൂ, പിടിക്കൂ അവനെ, പിടിച്ച് ബന്ധനത്തിലിടൂ, അവനെ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഖുർആൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്ന ഗുരുതരമായൊരു സാഹചര്യമാണത്. അന്ന് നമ്മുടെ കണ്ണുകളൊക്കെയും മഞ്ചിപ്പോകും, ചന്ദ്രന് ഗ്രഹണം ബാധിക്കും, സൂര്യനും അതുപോലെ തന്നെ. അങ്ങനെ എല്ലാം പിടുത്തം വിട്ടൊരവസ്ഥയിൽ എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളത് എന്ന് അവൻ ചോദിക്കും. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ അയ്നൽ മഫർ കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. അവൻ ചോദിക്കുകയാണ്, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ, അന്നത്തെ ദിവസം മനുഷ്യൻ ചോദിച്ചു പോകും, ഐനൽ മഫർ, എവിടെയാണ് ഓടി രക്ഷപ്പെടുക എന്ന്, എങ്ങോട്ടാണ് രക്ഷപ്പെടുക എന്ന്. കല്ലാ ലാ വസർ, അങ്ങനെ നിങ്ങൾ കരുതണ്ട, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട, ഒരു രക്ഷയുമില്ല, ഒരു മാർഗവുമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, ഇന്നത്തെ ദിവസം നിന്റെ രക്ഷിതാവിങ്കലേക്ക് തന്നെയാണ് ചെന്ന് കൂടുക എന്ന് വളരെ ആ ഗൗരവമായ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മപ്പെടുത്തുക. അന്ന് ഭാപഭാരവുമായി വന്ന ആളുകൾ, ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ ഗൗരവങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ പെട്ടെന്ന് ആ വിഷയങ്ങളിലേക്ക്. ഇതെല്ലാവരും ഈ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നിലക്ക്. അള്ളാഹുവിന്റെ ആ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾ, അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പാപത്തിന്റെ ഭാരം വഹിക്കേണ്ടി വരും. അതിലെന്നും അവർ ആ പ്രയാസവും അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും. അന്ന് കുറ്റവാളികളെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, അന്നത്തെ ദിവസം നീലവർണ്ണമുള്ളവരായിട്ട് നമുക്ക് കാഫിറുകളെ കാണാൻ സാധിക്കും, കുറ്റവാളികളെ കാണാൻ സാധിക്കുന്ന. നീലവർണ്ണം എന്ന് പറഞ്ഞാൽ പേടിയുടെയും ആശങ്കയുടെയും ഗൗരവമാണ് അതിലൂടെ നമ്മളോട് റബ്ബ് പറയുന്നത്. ആളുകൾ ഒരുമിച്ച് ചേരുന്നതിന്റെ ആ ജനസഞ്ചയത്തിന്റെ മുഴക്കമല്ലാതെ വേറെ ഒരു ശബ്ദവും കേൾക്കാത്ത ഗൗരവമായ ഒരു ദിവസം. ആ ദിവസത്തിൽ രക്ഷ കിട്ടാൻ എന്തുണ്ട് മാർഗം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ ആ ഗൗരവത്തെക്കുറിച്ച്, അതീവ ഗുരുതരമായ ദിവസത്തെപ്പറ്റി ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താ? വതറാഹും യുഗ്റദൂന അലൈഹാ ഖാശിഈന മിനൽ-ദുല്ല യൻദുറൂന മിൻ ത്വർഫിൻ ഖഫീൻ وقال الذين آمنوا إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا إن الظالمين في عذاب مقيم. വല്ലാത്ത ഒരു ഗൗരവമുള്ള ദിവസമാണത്. വതറാഹും യുഗ്റദൂന അലൈഹാ, വതറാഹും യുഗ്റദൂന അലൈഹാ. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. എന്താ? വതറാഹും, നിങ്ങൾക്കവരെ കാണാൻ കഴിയും. നിങ്ങൾക്കവരെ കാണാൻ കഴിയും. എങ്ങനെ? നിന്ദ്യതയാൽ കീഴൊതുങ്ങിയവരായിക്കൊണ്ട് ഒളികണ്ണിട്ടായിരിക്കും അവർ നോക്കുക. ഖുർആൻ പറയാ, വിശ്വസിച്ചവർ പറയുന്ന ദിവസം, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങളും തങ്ങളുടെ സ്വന്തക്കാരും നഷ്ടപ്പെട്ടവരാരോ അവർ തന്നെയാണ്
കുറിച്ച്. ഏതായിരുന്നാലും ആ ദിവസത്തിൽ ആദ്യമായി തല ഉയർത്തുന്നത് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, സൂറത്ത് സുമർ 68 വചനത്തിന്റെ ഷറഹിലായിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബ് തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണുക. ഇന്ന അവ്വലു മൻ യർഫഉ റഅസഹു ബഅദ അൻ-നഫ്ഖത്തിൽ ആഖിറതി ഫഇദാ അന ബിമൂസാ മുതഅല്ലിഖുൻ ബിൽ അർശി ഫലാ അദ്രി അകദാലിക കാന അം ബഅദ അൻ-നഫ്ഖ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ഇന്നി അവ്വലു മൻ യർഫഉ റഅസഹു ബഅദ അൻ-നഫ്ഖ, കാഹളത്തിലെ അവസാന ഊത്തിന് ശേഷം ആദ്യമായി തല ഉയർത്തുന്നവൻ ഞാനായിരിക്കും. ഫൈദാ അന ബിമൂസാ മുതഅല്ലിഖുൻ ബിൽ അർശി, അപ്പോൾ ഞാൻ കാണുന്നത് അർഷിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ആയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാം, ഫലാ അദ്രി കദാലിക കാന അം ബഅദ അൻ-നഫ്ഖ, എനിക്കറിയില്ല ഏത് അദ്ദേഹം മുമ്പ് തന്നെ അപ്രകാരമായിരുന്നോ അതോ ഊത്തിന് ശേഷമാണോ ആ അവസ്ഥയിലായത് എന്ന് എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദ്യമായി തല ഉയർത്തുന്നത് ബർസഖിൽ നിന്ന്, രണ്ടാമത് അള്ളാഹു ബഅസ് നടത്തുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തല ഉയർത്തി നോക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുമെന്നാണ് ഈ ഹദീസിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തകൂനുൽ അർളു യൗമൽ ഖിയാമത്തി ഖുബ്സതൻ വാഹിദതൻ, ഭൂമി മുഴുക്കയും അന്ത്യനാളിന്റെ ദിവസം ഒരൊറ്റ ചപ്പാത്തി പോലെ, റൊട്ടി പോലെയായിത്തീരും. യതകഫൗഹാൽ ജബ്ബാറു ബിയദിഹി കമാ യക്ഫൗ അഹദുകും ഖുബ്സതുഹു ഫി ശഫർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി തരികയാണ്, ആ റൊട്ടി നിങ്ങളുടെ യാത്രയിൽ തന്റെ കൈകൊണ്ട് റൊട്ടി മറിച്ചിടുന്നത് പോലെ സ്വർഗാവകാശികൾക്കുള്ള വിഭവമായിട്ട് അള്ളാഹു പരമാധികാരിയായ റബ്ബ് അതിനെ തന്റെ കൈകൊണ്ട് മറിച്ചിട്ട് കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ വല്ലാത്ത ഒരു ഗൗരവമുള്ള ദിവസം. ആ ദിവസത്തിൽ അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മൾ എങ്ങനെയാണോ ഇങ്ങോട്ട് ജനിച്ചു വീണത് അതേ അവസ്ഥയിലായിരിക്കും. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം ഗൗരവമായ അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്? ആ ദിവസത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് എന്താ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുദ്ന അശ്ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. അന്നത്തെ ദിവസം സൂര്യൻ മനുഷ്യനോട് ഏറ്റവും അടുത്ത് വരും, അവന്റെ തലയോട് ചേർന്ന് നിൽക്കും. ഒരു മീലോളം ഉയരത്തിൽ മാത്രമേ അതിന്റെ അകലമുണ്ടാവുകയുള്ളൂ. അത്രയ്ക്കും അടുത്തുകൊണ്ട് അന്ത്യനാളിന്റെ ദിവസം സൂര്യൻ ഈ പടപ്പുകളിലേക്ക് അടുത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല സുലൈം ഇബ്നു ആമിർ, അങ്ങനെ സുലൈം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്, മാ അദ്രി മാ യുഗീനുൽ ബിൽ മൈലി അം സാഖത്തിൽ അർദ് അമിൽ മീൽ الذي نكتهل به العين وقال فيكون الناس على قدر أعمالهم في الأرق فمنهم من يكون إلى كعبيه ومنهم من يكون إلى ركبتيه ومنهم من يكون إلى حقويه എന്ന് പറഞ്ഞ അല്പം ദീർഘമായ ഹദീസാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവരുടെ ചെവിയോളം വെള്ളത്തിൽ വിയർപ്പിൽ കുളിക്കുന്നവര്, ചുമലോളമുള്ളവർ, അങ്ങനെ ഓരോരുത്തരുടെയും പ്രവർത്തനം അനുസരിച്ച് വിയർപ്പിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഗൗരവമായ ഒരു അവസ്ഥ. അന്ന് ആരുടെയും തണലില്ല, അള്ളാഹുവിന്റെ തണല് മാത്രമാണ് ഉണ്ടാവുക. ആരുടെയും ആശ്രയം അള്ളാഹുവിൻ്റെതല്ലാത്ത, ആശ്രയമില്ലാത്ത ഗൗരവമായ ഒരു സാഹചര്യം. ഇത്തരം ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ്, 7 വിഭാഗത്തിന് അള്ളാഹു അവന്റെ തണലിട്ട് കൊടുക്കും. ഖാല സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു
അള്ളാഹു അവന്റെ തണൽ കൊണ്ട് 7 പേരെ അനുഗ്രഹിക്കുന്നതാകുന്നു. 7 പേർക്ക് പ്രത്യേകമായ തണൽ പരലോകത്ത് റബ്ബ് നൽകും. അതിലൊന്ന് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹുമായി ആരാധനയിൽ വളർന്ന യുവാക്വിന്. മൂന്നാമത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വറജുലുൻ ഖൽബുഹു, മൂന്നാമത് വറജുലുൻ ഒരു മനുഷ്യനാണ്, അവന്റെ മനസ്സ് പള്ളികളുമായി ബന്ധിതമാണ്. പള്ളിയുമായുള്ള ആ പള്ളിയെ സജീവമാക്കുന്ന ആരാധനകൾ കൊണ്ട് പള്ളിയെ സജീവമാക്കുന്ന, അതിന്റെ പരിപാലനം കൊണ്ട് അതിനെ സംസ്കരിക്കുന്ന, അങ്ങനെ പള്ളിയുമായി തന്റെ ഹൃദയം ബന്ധിപ്പിച്ചവനായ ഒരാൾ. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞു വറജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. 2 വ്യക്തികൾ അവർ എന്ത് ചെയ്യുന്നു? വറജുലാനി തഹബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. ഇജ്തമാ അലൈഹി, അതിനുവേണ്ടിയാണ് അവർ പരസ്പരം ഒരുമിച്ച് ചേരുന്നത്. വതഫറഖ അലൈഹി, അതിനുവേണ്ടി വേണ്ടി വന്നാൽ അവർ ഭിന്നിക്കുകയും ചെയ്യുന്നു. വറജുലുൻ, പിന്നീട് നബി പറഞ്ഞു മറ്റൊരു മനുഷ്യൻ, ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ, ഒരു പെണ്ണ്, ദഅതുഹു ഇംറഅത്തുൻ, ആ മനുഷ്യനെ വിളിച്ചു. എങ്ങനത്തെ പെണ്ണ്? ദാതു മൻസിബിൻ വജമാലിൻ, സൗന്ദര്യവും കുലീനയുമുള്ള ഒരു സ്ത്രീ, അവളുടെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി ഒരാളെ വിളിച്ചു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന്. അത്തരം ആളുകൾക്കും വറജുലുൻ തസദ്ദഖ ബിസ്വദഖത്തിൻ, വറജുലുൻ മറ്റൊരാൾ തസദ്ദഖ ബിസ്വദഖ, അദ്ദേഹം ദാനം നൽകി. ഫഅഖ്ഫാഹാ ഹത്താ ലാ തഗ്ലമ ശിമാലുഹു, തന്റെ ഇടത് കൈ പോലും അറിയാത്ത വിധം അയാൾ അതിനെ ഏറ്റവും രഹസ്യമാക്കി വെച്ചു. മാ തുൻഫിഖു യമീനുഹു, അവന്റെ വലതു കൈ ചെലവഴിച്ചത്. അപ്പൊ വലതു കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമാക്കി വെച്ചു. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു, വറജുലുൻ മറ്റൊരു മനുഷ്യൻ, എന്താണ്? ദക്കറല്ലാഹ, അയാൾ അള്ളാഹുവിനെ ഓർത്ത്, ഖാലിയൻ ഒറ്റക്കിരുന്ന് അള്ളാഹിനെ ഓർത്തും, ഫഫാദത് ഐനാഹു, അങ്ങനെ അയാളുടെ കണ്ണുകൾ കണ്ണുനീരുകളാൽ ഒഴുകി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാം. അപ്പൊ 7 വിഭാഗം, ആ വിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണൽ നൽകും എന്നതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. 7 വിഭാഗമല്ലാതെ ഈ 7 പരാമർശിക്കാതെ വേറെ ചില ഹദീസുകളിൽ വേറെയും ചില സ്വഭാവക്കാർക്ക് അള്ളാഹുവിന്റെ തണലും അവന്റെ ആശ്വാസവും നൽകുന്നതും വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി നമുക്കതൊക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കാം. ഈ 7 വിഭാഗത്തെക്കുറിച്ചും ഓരോന്നിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ക്ലാസുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയത്തിന്റെ പരിമിതി നമ്മൾ ഓർക്കുക. ഇവിടെ 12:15 പോയി നമ്മുടെ നാട്ടിലെ സമയം. ജമാഅത്ത് നഷ്ടപ്പെടുമെന്നതുകൊണ്ടാണ്, ആ ഒരു ശ്രദ്ധ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ ഇതിലെ ഈ 7 സ്വഭാവമുള്ള ഓരോന്നിനെ കുറിച്ചും അല്പം വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ പ്രയാസകരമായ കഠിനകരമായ അന്ത്യനാളിന്റെ ഗൗരവത്തിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവന്റെ ആശ്വാസവും കാരുണ്യവും നമ്മളെപ്പോഴും ചുരിയുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ അപാകതകളും പോരായ്മകളും റബ്ബ് തആല നമുക്ക് പുറത്തു മാപ്പാക്കി തിരുമാറാവട്ടെ. അർഹമുറാഹിമായ റബ്ബെ, ആ ഗൗരവമേറിയ ദിവസത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين
وانصرنا على القوم الكافرين ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وسلام على المرسلين والحمد لله رب العالمين. പ്രിയ സഹോദരങ്ങളെ, ഈ തണൽ ലഭിക്കുന്ന അതിൻ്റെ ആമുഖം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ പരസ്പരം അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്ത് കൂടുതലായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കും.